എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാർ കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ്, പേര്, വിലാസം, ആധാർ ഇതൊന്നും ഇനി ആധാർ കാർഡിൽ ഉണ്ടാകില്ല എന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. കാർഡ് ഉടമയുടെ ഫോട്ടോയും QR കോഡും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആധാർ നിയമം അനുസരിച്ച് ഓഫ്ലൈൻ വെരിഫിക്കേഷനായിട്ട് ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് ഡേറ്റയോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നത് പലരും തുടരുന്നുണ്ട്. ഇതിനെ ചെറുക്കുന്നതിനായിട്ടാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആധാർ പരിശോധനയ്ക്കായിട്ടുള്ള നിയമങ്ങൾ പ്രകാരം UIDAI അംഗീകൃത സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രമേ ആധാർ പരിശോധിക്കുവാൻ അനുമതിയുള്ളൂ. അതുകൂടാതെ തന്നെ ഉപഭോക്താക്കൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ചെയ്ത് വയ്ക്കുവാനും സാധിക്കുന്നതാണ്. OTP പരിശോധന മാത്രമേ ആധാർ പരിശോധന നടത്തുവാൻ പ്രവർത്തിക്കൂ എന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിവിധ തിരിച്ചറിയൽ ആവശ്യങ്ങൾ ആധാർ ഫോട്ടോ കോപ്പി നൽകുന്ന രീതി പഴങ്കഥയാവുകയാണ്. ആധാറിൻ്റെ പകർപ്പ് വാങ്ങാതെ തന്നെ ഡിജിറ്റലായി വ്യക്തി ആരെന്ന് ഉറപ്പാക്കുവാനുള്ള സംവിധാനം തയ്യാറാക്കുകയാണ്. ആദ്യ നടപടി എന്ന നിലയിൽ പുതിയ ആധാർ ആപ്പ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കുകയാണ്. നിലവിലുള്ള ആധാറിന് പുറമെയാണിത്. ആധാർ ഫോട്ടോ കോപ്പി നൽകുന്നതിന് പകരം ഡിജിറ്റൽ വെരിഫിക്കേഷൻ സാധ്യമാക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഫേസ് ഓതന്റിക്കേഷൻ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ആധാർ ഒരു തവണ ഇതിൽ അപ്ലോഡ് ചെയ്താൽ അത് ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോഴും പിന്നീട് ലഭ്യമാകുന്നതാണ്. ആധാർ ഡാറ്റാബേസിലുള്ള ഒരു വ്യക്തിയുടെ ആവശ്യമുള്ള വിവരം മാത്രം തിരഞ്ഞെടുത്ത് സ്ഥാപനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ വിവരങ്ങളും പങ്കുവയ്ക്കുവാനുമായിട്ട് കംപ്ലീറ്റ് ഷെയർ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊരു ആധാർ കാർഡിൻ്റെ ആധികാരികത പരിശോധിക്കുവാൻ QR കോഡ് സ്കാനറും ഉണ്ടായിരിക്കുന്നതാണ്. ഇതുപയോഗിച്ചുകൊണ്ട് ആധാറിലെ QR കോഡ് സ്കാൻ ചെയ്താൽ അടിസ്ഥാന വിവരങ്ങൾ വെരിഫൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. മുൻപ് ചെയ്ത ആധാർ ഓതന്റിഫിക്കേഷനിലൂടെ വിവരങ്ങളും ലഭ്യമാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒന്നിലേറെ കുടുംബങ്ങളുടെ ആധാർ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അവയും ഈ ആപ്പിലേക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്. ആധാർ ഫോട്ടോ കോപ്പികൾ നൽകുന്ന രീതിക്ക് അവസാനം ഉണ്ടാകുമെന്നാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ആധാർ എന്ന പേരിൽ ഈ ആപ്പ് കാണുവാൻ സാധിക്കുന്നതാണ്. ആപ്പ് സ്റ്റോറുകളിൽ ആപ്പ് ലഭ്യമായി തുടങ്ങിയെങ്കിലും ഔദ്യോഗിക ലോഞ്ച് ഡിസംബർ അവസാനത്തോടു കൂടിയായിരിക്കും. ആധാർ കേന്ദ്രത്തിൽ എത്താതെ തന്നെ മൊബൈൽ നമ്പർ, വിലാസം, പേര് തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങളും ആപ്പിലുണ്ടായിരിക്കുന്നതാണ്. ആധാർ ആപ്പ് പൂർണ്ണമായിട്ടും ആകുന്നതോടുകൂടി നിലവിലുള്ള ആധാർ ആപ്പിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നതാണ്. ഫോട്ടോ കോപ്പി നൽകാതെ തന്നെ വ്യക്തിയുടെ ഐഡന്റിറ്റി വിവിധ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുവാൻ ആപ്പ് സഹായിക്കുന്നതാണ്. അതായത് ഉദാഹരണത്തിന് ഹോട്ടലുകളിൽ താമസിക്കുവാൻ എത്തുന്നവരുടെ ആധാർ പകർപ്പ് വാങ്ങിക്കുന്ന രീതി ഇനി ഉണ്ടായിരിക്കുന്നതല്ല. പകരം ഹോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു QR കോഡ് പുതിയ ആധാർ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യണം. തുടർന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ഹോട്ടലിന് ആവശ്യമുള്ളതെന്ന് കാണിക്കുന്നതാണ്. വ്യക്തി ഇത് അപ്രൂവൽ ചെയ്യുന്നതോടുകൂടി ഫോണിൻ്റെ ക്യാമറയിൽ മുഖം കാണിക്കേണ്ടതാണ്. ഇതോടുകൂടി വെരിഫിക്കേഷൻ പൂർത്തീകരിക്കുന്നതാണ്. ആധാർ നമ്പറും പങ്കുവയ്ക്കേണ്ടതായിട്ട് വരുന്നതല്ല. പ്രായം തെളിയിക്കേണ്ട സാഹചര്യങ്ങളിലും ആധാർ ആപ്പ് സഹായത്തിനെത്തുന്നതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വന്തം നിലയിൽ അക്കൗണ്ട് തുടങ്ങുവാൻ 18 വയസ്സ് തികയണമെന്നാണ് 2027 നടപ്പാക്കാനിരിക്കുന്ന പുതിയ വ്യവസ്ഥ. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രായം പരിശോധിക്കുവാനും ആധാർ ആപ്പ് സംവിധാനം ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.